DNA ഫലത്തിൽ സ്ഥിരീകരണം വന്നത് ആശ്വാസകരമെന്ന് അർജുന്റെ ബന്ധു ജിതിൻ. രാവിലെ 8 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിക്കാനാണ് തീരുമാനം. അതിനനുസരിച്ച് കാർവാറിൽ നിന്ന് പുറപ്പെടുമെന്നും ജിതിൻ പറയുന്നു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ശിരൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, കണ്ണാടിക്കൽ ഗ്രാമം ഒന്നാകെ, കേരളം ഒന്നാകെ കാത്തിരിക്കുകയാണ് അർജുൻ എത്തുന്നതും കാത്ത്. ഈ നടപടികൾ വൈകുന്നു എന്നുള്ള വിമർശനം ഒരു ഭാഗത്ത് നിന്ന് നേരത്തെ മനാഫിനെ പോലുള്ള ആളുകളൊക്കെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ടായിരുന്നു. എന്താണ് ബന്ധുക്കൾക്ക് ഈ നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന അറിയിപ്പ്? അരുൺ പൂപ്പറമ്പ്. റിജിത്ത്, ഞാനിപ്പോൾ ഉള്ളത് കാർവാർ ജില്ലാ ആശുപത്രി, ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 3 മണിയോടെയാണ് അർജുൻ്റെ DNA ഫലം വന്നത്. അത് പോസിറ്റീവാണ്. ഈ ലോറിയിൽ കണ്ടെത്തിയിട്ടുള്ള മൃതദേഹം അർജുൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടുത്തെ, ഞാനിപ്പോൾ ഉള്ളത് മോർച്ചറിയുടെ ഭാഗത്താണ്. ഈ മോർച്ചറിയിലാണ് നിലവിൽ ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവിടുത്തെ പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും 6 മണിയോടെ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 6 മണിയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ജിതിൻ ഉൾപ്പെടെ, അതായത് അർജുൻ്റെ ബന്ധുക്കളായി ജിതിനും അതോടൊപ്പം തന്നെ അർജുൻ്റെ സഹോദരൻ അഭിജിത്തുമാണ് ഇവിടെയുള്ളത്. അവർ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും. ഈ നിലവിൽ ഈ കാണുന്ന ആംബുലൻസിലാണ് കോഴിക്കോട്ടേക്ക് അർജുൻ്റെ മൃതദേഹം എത്തിക്കുക. അങ്ങനെയാണെങ്കിൽ 6 മണിയോടെ തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, കാർവാർ MLA ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം എത്തിച്ചേരും. അവരുടെ സാന്നിധ്യത്തിലായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുക. കർണാടക പോലീസിൻ്റെ അകമ്പടി ഉണ്ടാകും. അവരുടെ ഈ മൃതദേഹത്തിനൊപ്പം അനുഗമിക്കും എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ഒരു 8 മണിയോടെ ഈ മൃതദേഹം ഈ കണ്ണാടിക്കൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നത് കർണാടക സർക്കാർ. ഇപ്പോൾ മഞ്ചേശ്വരം MLA AK അഷ്റഫ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എത്ര മണിയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ട് നൽകാൻ കഴിയും? അരുൺ, നമ്മൾ ഇന്ന് DNA പരിശോധന പോസിറ്റീവ് റിപ്പോർട്ടിന് വേണ്ടിയാണ് കാത്തുനിന്നത്. ഉച്ചയോടുകൂടി അവർ ആദ്യം ഫോൺ കോളിലൂടെ പോസിറ്റീവ് എന്ന് നമുക്ക് അറിയിച്ചു. ഞാൻ ഇന്നലെ മുതൽ ഇതിൻ്റെ പിന്നാലെയാണ്. അത് ഇപ്പോൾ ഇവിടുത്തെ ഡീൻ, കാർവാർ മെഡിക്കൽ കോളേജിലെ ഡീൻ ആൻഡ് ഡയറക്ടർ ഗജാനന, അദ്ദേഹത്തിന് ഒഫീഷ്യലായി സർട്ടിഫിക്കറ്റ് ലഭിച്ചു DNA പരിശോധന ഫലത്തിൻ്റെ. ആംബുലൻസ് റെഡിയാണ്. അതിനിടയിൽ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നേരത്തെ പൂർത്തീകരിച്ചത്. ഒന്നുകൂടി അതിൻ്റെ എല്ലാ മൃതദേഹത്തോടുള്ള എല്ലാവിധ അതിൻ്റെ പൂർത്തീകരണം പൂർത്തിയായി. ഇനിയിപ്പോൾ ഒരു 6 മണിയോടുകൂടി നമ്മളിവിടെ നിന്ന് പുറപ്പെടും. അതിനിടയിൽ കർണാടക സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക സഹായം കൂടി കൈമാറാൻ ഇവിടുത്തെ MLA അർജുൻ്റെ കുടുംബത്തിനുള്ള ഒരു ചെറിയ സഹായം അർജുൻ്റെ ഫാമിലി കൈമാറുന്നുണ്ട്. അതിപ്പോൾ സതീശൻ ഷൈൽ, നിങ്ങൾക്കറിയാം, അദ്ദേഹം 6 മണിയോടുകൂടി ഇവിടെ എത്തി അത് കൈമാറി. അദ്ദേഹവും നമ്മുടെ കൂടെ കാലിക്കറ്റിലേക്ക് വരുന്നു എന്നാണ് എന്നോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അത്രമാത്രം, ഇനി നിമിഷങ്ങൾ മാത്രം നമ്മുടെ ബാക്കിയുള്ള 6 മണിയോടുകൂടി നമ്മൾ പ്രിയപ്പെട്ട അർജുനുമായി നമ്മുടെ നാട്ടിലേക്ക് പുറപ്പെടും. ഇപ്പോൾ മഞ്ചേശ്വരം MLA പറഞ്ഞതുപോലെ 6 മണിയോടെ ഇപ്പോൾ പുറപ്പെടും, അതായത് മൃതദേഹവുമായി പുറപ്പെടും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് ബന്ധുക്കൾക്കും അത്തരത്തിലുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം കാർവാർ MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേരും. അവരുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ കുടുംബത്തിന് മൃതദേഹം കൈമാറുക. കാർവാർ MLA സതീഷ് കൃഷ്ണ സേൽ കോഴിക്കോട്ടേക്ക് ഇവരുടെ ഒപ്പം അനുഗമിക്കുന്നുണ്ട്. കർണാടക പോലീസും ഈ വാഹന വ്യൂഹത്തിനൊപ്പം അനുഗമിക്കും എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. 6 മണിയോടെ തന്നെ ഇവിടുന്ന് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം രാവിലെ 8 മണിയോടെ അവിടെ എത്തിച്ചേരുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം അർജുൻ്റെ ബന്ധുക്കൾ ജിതിനും സഹോദരി ഭർത്താവ് ജിതിനും അതോടൊപ്പം തന്നെ സഹോദരൻ അഭിജിത്ത് ഉൾപ്പെടെ ഇവിടെ എത്തി ഔദ്യോഗികമായി തന്നെ ഈ മൃതദേഹം ഏറ്റുവാങ്ങുകയും ചെയ്യും. റിജിത്ത്. ശരി, അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു. DNA ഫലത്തിൽ സ്ഥിരീകരണം വന്നതിന് പിന്നാലെ അർജുൻ്റെ മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കൽ ഗ്രാമത്തിലേക്ക് വീട്ടിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. 6 മണിയോടുകൂടി മൃതദേഹവുമായി അവിടെ നിന്ന് പുറപ്പെടും എന്നാണ് ലഭ്യമാകുന്ന വിവരം.